السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, ജീവിതം തക്കവയുള്ളവരായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ ഉത്ബോധിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവരണാതീതമായ വെല്ലുവിളികളിലൂടെയാണ് ഇന്ന് കേരള സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ ഭയക്കുന്നു. തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി ഏതുതരം തോന്നിവാസത്തിൽ ഏർപ്പെട്ടാലും അതിനെ ഒന്നും എതിർക്കാൻ സാധ്യമാകാത്ത അധ്യാപകർ, എല്ലാവരും നിസ്സഹായരാണ്. അത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് ഇനി കൂടുതലായി പോകുന്നില്ല. നാം ഈ ചർച്ചകളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ചർച്ചകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോഴും നാം നമ്മുടെ ദൗത്യത്തെ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ തൗഹീദിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതായത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ബിദ്അത്തുകളെ, അതിനെ ശക്തമായി എതിർക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് ആ ബിദ്അത്തുകൾക്കെതിരെയുള്ള ഒരു പ്രതിരോധ വലയം സൃഷ്ടിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. ആ പ്രതിരോധ വലയം സൃഷ്ടിക്കുന്നതിൽ ഞാനും നിങ്ങളുമൊക്കെ പങ്കാളികളാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും അവനോട് മാത്രമാണ് സഹായം തേടേണ്ടതെന്നും അതിൻ്റെ ഇടയിലേക്ക് ഒരു ഇടനിലക്കാരനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നും തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എല്ലാ ദിവസവും ഓരോ വിശ്വാസിയും അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിന്നുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും 17 തവണ നമ്മൾ ആ കരാർ പറയുന്നുണ്ട്. ഓരോ നമസ്കാരത്തില് അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ആ വിശ്വാസിക്ക് ജാറം പോയി സന്ദർശിക്കാൻ സാധ്യമാകുന്നത്? അവിടെ പോയി വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ ഓതുകയും അവരുടെ ഫളല് കൊണ്ട് റബ്ബേ എന്റെ ജീവിതത്തിലേക്ക് ബർക്കത്ത് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരോട് സൂറത്ത് യാസീനില് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് വ്യക്തമായി പറയുന്നുണ്ട്, ഹാദാ സിറാത്തുൽ മുസ്തഖീം. നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങൾ എന്നോട് ചോദിക്കണം, ഇതാ നേരെ ചൊവ്വായ പാത എന്ന്. അള്ളാഹു പിന്നീട് വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഖാല റബ്ബുകും ഉദ്ഊനി അസ്തജീബു ലക്കും. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നെ വിളിക്കുവിൻ, എന്നോട് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഒരു മറയുമില്ലാതെ നിങ്ങളെ പഠിച്ച നിന്റെ റബ്ബിനോട് നീ ചോദിക്കൂ, നിനക്ക് എല്ലാത്തിനും മറുപടി നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറയുന്നുണ്ട്.
എന്നിട്ട് അതെല്ലാം മനസ്സിലാക്കിയ ഒരു മനുഷ്യന്, ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെയാണ് പിന്നെ മമ്പുറത്തേക്കും മടവൂരിലേക്കും ഒക്കെ പോകാൻ തോന്നുന്നത്? അങ്ങനെ അതിന്റെ ഇടയിലേക്ക്, അള്ളാഹുവിന്റെ ഇടയിലേക്ക് അങ്ങനെ ഒരു ഇടനിലക്കാരനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഇടനിലക്കാരനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇന്നല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവരും കേൾക്കുന്നവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിശുദ്ധ ഖുർആനിലൂടെ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. വിശ്വസിച്ചവരാകട്ടെ അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരായിരിക്കും. ബഹുദൈവ വിശ്വാസികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹുവിന് പുറമെയുള്ളവരെ കുറിച്ച് അവർ നിന്നെ ഭയപ്പെടുന്നു. എന്നിട്ട് സത്യവിശ്വാസികളെ പറ്റി അള്ളാഹു പറയാണ്, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നെ ഭയപ്പെടണം. നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ പടച്ച റബ്ബിനെയാണ് ഭയപ്പെടേണ്ടത്, അല്ലാതെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല ഭയപ്പെടേണ്ടത്. നമ്മളെയും എന്നെയൊക്കെ പരിപാലിക്കുന്ന, സൃഷ്ടിച്ച് പരിപാലിച്ച അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വെറുക്കപ്പെട്ട, വിരോധിച്ച കാര്യമാണ് ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ഫളല് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട്, റബ്ബേ എന്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകണേ, എനിക്ക് നല്ലത് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ശിർക്ക് എന്ന മഹാപാപമാണ്. ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെ പറ്റി നിരോധിച്ചുകൊണ്ടുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് വ്യക്തമാണ്. അബുൽ ഹയ്യാജിൽ അസ്യദി റളിയല്ലാഹു അൻഹു നിവേദനം, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച അതേ സംഗതികൾക്ക് വേണ്ടി നിന്നെ ഞാൻ നിയോഗിക്കുന്നു. ഒരു വിഗ്രഹവും നീ നശിപ്പിക്കാതെ ഒഴിച്ചുവിടരുത്. ഉയർത്തപ്പെട്ട ഒരു ഖബറും നീ നിരപ്പാക്കാതെ വിടരുത്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസില് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുകൾക്ക് കുമ്മായമിടുന്നതും അതിന്മേൽ എഴുതുന്നതും വിലക്കിയിട്ടുണ്ട്. ഇത്രയും ഗൗരവത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച അല്ലെങ്കിൽ വെറുക്കപ്പെട്ട കാര്യമാണ് ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്നുള്ളത്. എന്നിട്ടും നമ്മുടെ നാടുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതെല്ലാം തോന്നിവാസങ്ങളാണ്. ഏറ്റവും വലിയ ശിർക്ക് എന്ന മഹാപാപമാണ്. ഒരു സങ്കടം വരുമ്പോഴേക്കും, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും മമ്പുറത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, മടവൂരിലേക്കാണ് പോകുന്നത്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ യാത്ര പോകാൻ അനുവദിച്ചിട്ടുള്ള 3 മസ്ജിദുകളാണ് നമുക്കറിയാം. ഒന്ന് മസ്ജിദുൽ ഹറം മക്കയിലുള്ളത്, പിന്നെ മസ്ജിദുൽ നബവി മദീനയില്, പിന്നെ ബൈത്തുൽ മുഖദ്ദിസ്. ഈ 3 പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസി പോകാൻ പാടുകയുള്ളൂ, അല്ലാതെ മറിച്ചൊരു സ്ഥലത്തേക്ക് പോകേണ്ടതില്ല. അള്ളാഹു പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സ് യാതൊന്നിനെ കുറിച്ചും മന്ത്രിക്കുന്നുവോ അത് നാം അറിയുകയും അവനിലേക്ക് നാം ഖണ്ഡനാടികൾ അടുത്തവനും അത്രേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് പോലും സത്യവിശ്വാസികളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്തുകൊണ്ട് ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിക്കാനുള്ള കാരണം അവർ അമ്പിയാക്കളുടെ ഖബറുകൾക്ക് മുകളിൽ പള്ളികൾ നിർമ്മിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ മരിക്കുന്നത് ഞാനാണെങ്കിൽ പോലും എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ സ്ഥലമാക്കി മാറ്റരുത്. എന്നിട്ട് അതൊന്നും പോരാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ എന്റെ ഖബറിനെ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് എന്ന്. ഇത്രയും ഇങ്ങനെ മുസ്ലിം സമുദായത്തിന് മാതൃക കാണിച്ചു തന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ജാറ സന്ദർശിക്കുവാനും അവിടെ പോയി അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ഫളല് കൊണ്ട് നല്ലത് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്? ഇതൊക്കെ പറയുമ്പോ
മിക്ക ആൾക്കാരും പറയാറുള്ളതാണ്. എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ കുടുംബക്കാര് ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്നു, ജാറ സന്ദർശിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റുള്ള മഹാന്മാരുടെ പേരിൽ നേർച്ചകൾ നടത്താറുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ പിൻപറ്റി വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹു അല്ലാതെ ഇതെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒറ്റ കാര്യമാണ്. അള്ളാഹു അല്ലാതെ മറ്റുള്ള ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ സഹായങ്ങൾ ചോദിക്കേണ്ടത്, നമ്മുടെ പ്രയാസങ്ങൾ പറയേണ്ടത് അതെല്ലാം അള്ളാഹുവിനോടാണ്. ഒരു സത്യവിശ്വാസി തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് റബ്ബേ എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇതെല്ലാം മാറ്റി തരണേന്ന് അള്ളാഹുവിനോട് പറഞ്ഞ അള്ളാഹു സ്വീകരിക്കും. അല്ലാതെ അതിന്റെ ഇടയിലേക്ക് മറ്റൊരു ഇടനിലക്കാരനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അടിമകളെ ആരാധിക്കുന്ന ഈ തോന്നിവാസത്തിൽ നമ്മളെല്ലാം പിന്തിരിയേണ്ടതുണ്ട്. ഇത് ശിർക്ക് എന്ന മഹാപാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.